നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളം പറവൂരിനടുത്തുള്ള പെരുമ്പടന്ന ജംഗ്ഷനിലാണോ. അപ്പോൾ ഇവിടെ NH-66 വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ബ്ലോക്ക്, പൊടിയുടെ പ്രശ്നങ്ങൾ അങ്ങനെ പലതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ റോഡ് പണി, ഹൈവേയുടെ വർക്ക് എന്തോരോ എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഡ്രോൺ യാത്ര നടത്താൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പെരുമ്പടന്ന ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട്, അതായത് നമ്മുടെ തുരുത്തിപ്പുറം മണപ്ലാതുരുത്ത് ഭാഗത്തേക്കാണ് നമ്മൾ പറക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പെരുമ്പടന്ന ജംഗ്ഷൻ്റെ ഭാഗത്ത് അവിടെ മണ്ണിടൽ മാത്രമേ നടന്നിട്ടുള്ളൂ, കാര്യമായിട്ടുള്ള വർക്ക് ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ നിന്നാണ് വണ്ടിയും ലോഡൊക്കെ കയറി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വർക്ക് മിക്കവാറും ലാസ്റ്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ പറന്ന് നമ്മുടെ ചേന്നമംഗലം പുഴയുടെ മുകളിലെത്തിയിട്ടുണ്ട്. ചേന്നമംഗലം പാലമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിനി മുൻപോട്ട് പോകുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ തെക്ക് ഭാഗത്തേക്കാണ്, അതായത് നമ്മുടെ കൂനമ്മാവ് ഭാഗത്തേക്കാണ് നമ്മൾ റോഡിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഡ്രോൺ നമ്മൾ അവിടെ എത്തിയിട്ട് നേരെ തിരിക്കുകയാണ്, തെക്ക് ഭാഗത്തേക്ക് തിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണുന്നത് ചേന്നമംഗലം പുഴയും പിന്നെ ആ കരവ് ഐലൻഡും ഇതൊക്കെ കാണുന്നത് വടക്കേക്കരയാണ് കേട്ടോ, പറവൂരിൻ്റെ വടക്കേക്കരയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൂനമ്മാവ് ഡയറക്ഷനിലേക്ക് നമ്മുടെ ഡ്രോൺ പറപ്പിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ തന്നെ ദൂരെ ഇടതുവശത്തായിട്ടൊരു പള്ളി പോലെയൊക്കെ കാണാം കേട്ടോ. അത് സംഭവം നമ്മുടെ സെൻറ്റ് ഡോൺ ബോസ്കോ റോമൻ കാത്തലിക് ചർച്ചൊക്കെയാണ് കാണുന്നത്. പറവൂരിനടുത്തുള്ള ഹൈവേനെ ക്രോസ് ചെയ്തിട്ട് റോഡ് പോകുന്നത് കണ്ടോ. അത് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെറായിൽ ചെന്ന് കയറാം, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നോർത്ത് പറവൂരിലേക്കും കയറുന്നൊരു വഴിയാണ്. അതുപോലെ നമ്മുടെ ഹൈവേ ലെഫ്റ്റിലേക്ക് ചെറുതായിട്ട് വളഞ്ഞു പോകുന്നത് കണ്ടോ നിങ്ങൾ മുകളിലേക്ക് നോക്കുമ്പോൾ. അത് കൂടാതെ നേരെ മുകളിലേക്ക് ഒരു ചെറിയ സർവീസ് റോഡ് പോലെ പോകുന്നുണ്ടോ. അത് നമ്മുടെ പെരുമ്പടന്ന മറ്റേ മാർക്കറ്റിലായിട്ടും പോകുന്ന വഴിയാണ്. പെരുമ്പടന്ന ജംഗ്ഷനിലായിട്ടും നമുക്ക് നേരെ ആ വഴി എത്തിച്ചേരാം. അങ്ങനെ നമ്മുടെ ഹൈവേ ലൈറ്റായിട്ട് ഇടത്തോട്ട് തിരിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡ്രോൺ ട്രാവൽ യാത്ര ആരംഭിച്ച ഫ്ലൈ ഓവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്നെ അവിടെ ഒരു ഡോട്ട് പോലെ കാണുന്നതുണ്ടോ ഫ്ലൈ ഓവറിന് മുമ്പിൽ, അത് ഞാനാട്ടോ. അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ കൂടി ഒരു ഹൈവേ ഒരു റോഡ് പോകുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ചെറായും, ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നോർത്ത് പറവൂർ കറക്റ്റ് ജംഗ്ഷനിൽ പോയി ചേരും. അവിടെ ലെഫ്റ്റ് സൈഡിലാണ് കാണുന്ന ബിൽഡിങ് കണ്ടോ. ആ കാണുന്ന ബിൽഡിങ് സെൻറ്റ് തോമസ് സിറിയൻ ജാക്കബൈറ്റ് പ്രെയർ ഹോളും അതിൻ്റെ ബിൽഡിങ്ങൊക്കെയാണ് കാണുന്നത് കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ചില സ്ഥലങ്ങളിൽ ഹൈവേയുടെ ടാറിങ് ഉൾപ്പെടെ പണികൾ തീർന്ന പോലെ കിടക്കുന്നുണ്ട്. പക്ഷേ എന്നാലും റോഡുകൾ ചില സ്ഥലങ്ങളിൽ സർവീസ് റോഡിലേക്കും ചില സ്ഥലങ്ങളിൽ ഹൈവേയിലേക്കും കയറ്റി വണ്ടികൾ വിടുന്ന രീതിയിലാണ് അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് പല രീതിയിലുള്ള ഡൈവേർഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ ഹൈവേയുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ട്രീസ ഗാർഡൻ ഓഡിറ്റോറിയവും സംഭവങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഹൈവേയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കണ പോലെ എന്താണ് സംഭവം എന്ന് മനസ്സിലാവില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹൈവേക്ക് വേണ്ടിയുള്ള കോൺക്രീറ്റ് സ്ലാബുകളും മറ്റും ഹൈവേയുടെ വർക്കിന് വേണ്ടിയുള്ള സംഭവങ്ങൾ ഹൈവേയിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് വർക്കിൻ്റെ എളുപ്പത്തിന് വേണ്ടി. അങ്ങനെ വർക്ക് നല്ല രീതിയിലൂടെ പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈവേ ലൈറ്റായിട്ടൊന്ന് ഇടത്തോട്ട് തിരിയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും നമുക്ക് ഒരുപാട് ജംഗ്ഷനുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഞാൻ ആ സ്ലാബുകളൊക്കെ ഒന്ന് ക്യാമറ ടിൽറ്റ് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ നമ്മളിപ്പോൾ ഡ്രോൺ പറപ്പിക്കുന്നത് ഏകദേശം ഒരു 3 കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മളിപ്പോൾ കാഴ്ചകൾ കാണിക്കുന്നത് ഈ വീഡിയോയിൽ. ഇതുപോലെ ഈ ഹൈവേയുടെ തന്നെ മറ്റു പല ഭാഗങ്ങൾ, അത് ഉദാഹരണം പറയുകയാണെങ്കിൽ മണ്ണന്തുരുത്ത്, വരാപ്പുഴ പാലം, ചേരനല്ലൂർ ജംഗ്ഷൻ, അവിടുത്തെ കാഴ്ചകൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ പുറകെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി നമ്മുടെ ചാനൽ കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇപ്പോൾ കണ്ടോ ഇവിടെ ഈ ഭാഗത്തൊക്കെ ടാറിങ്ങൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞ പോലെയൊക്കെ തോന്നുന്നുണ്ട് നമുക്ക്. അതുപോലെ നേരെ മുമ്പിലേക്ക് വരുമ്പോൾ മറ്റൊരു ഫ്ലൈ ഓവർ നമുക്ക് വരുന്നതാണ്, മെയിനായിട്ടുള്ളൊരു ജംഗ്ഷനാണ്. ആ കാണുന്ന ഫ്ലൈ ഓവറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ നോർത്ത് പറവൂർ ജംഗ്ഷനിൽ തന്നെ ചെന്ന് കയറും. വലത്തേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ ചാത്തനാട്, കെടാമംഗലം ആ ഭാഗത്തേക്കൊക്കെ പോകുന്നൊരു വഴിയാണ്. ഈ കാണുന്നതാണ് ഫ്ലൈ ഓവർ. വാഹനങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അതുപോലെ ഈ ജംഗ്ഷൻ കഴിഞ്ഞ് ജസ്റ്റ് മുമ്പിലേക്ക് ഇടതുവശത്തായിട്ടാണ് നമ്മുടെ VD സതീശൻ്റെയൊക്കെ പഴയ MLA ഓഫീസും സംഭവങ്ങളൊക്കെ വരുന്നത് ആ ഭാഗത്താണ്. ഇപ്പോൾ നമ്മുടെ ഡ്രോൺ ഏകദേശം ഒരു 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തെന്ന് പറയാം. ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഡ്രോൺ തിരിച്ചെത്താനുള്ളതാണ് കാര്യം. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. സാധാരണ ബൈക്കിൽ ട്രാവൽ ചെയ്ത് നമുക്ക് പുറകെ പോയിട്ടൊക്കെ വീഡിയോ എടുക്കാം. ഇതിപ്പോൾ നമ്മളൊരു സ്ഥലത്ത് നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഹൈവേയുടെ പണിയുടെ മറ്റ് പല സ്ഥലങ്ങളിലെ വീഡിയോ പുറകെ വരുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ തിരിക്കുമ്പോൾ വലതുവശത്ത് നമ്മുടെ തോന്നിയകാവ്, അമ്പലക്കുളവും സംഭവങ്ങളൊക്കെ കാണാം. ഇപ്പോൾ വീഡിയോ കാണുന്നതാണ് ഞാൻ പറഞ്ഞ അമ്പലക്കുളം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ ഇത്തരത്തിലുള്ള ഡ്രോൺ കാഴ്ചകളും മറ്റു വ്ളോഗുകളൊക്കെ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കുക.